Good evening, friends. Welcome to the daily analysis program. എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റിയുടെ 5-minute ചാർട്ടാണ്. നമുക്ക് ഫസ്റ്റ് ഡേ ചാർട്ട് നോക്കാം, അപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷറിലാണ് നിൽക്കുന്നത്. സോ താഴോട്ട് വരാനുള്ള ചാൻസ് ആണ് കൂടുതലും. സോ നമ്മൾ 5-minute ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മളിവിടെ ഓൾറെഡി ഒരു ലാസ്റ്റ് വീക്ക് തന്നെ നമ്മൾ ഈ ഒരു സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ആ ഒരു സോൺ റീടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ആയത്. അതായത് 25,930 ആ ഒരു അടുപ്പിച്ചുള്ള സോണിൽ അവിടെ നിന്നാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ആയത്. സോ ഫസ്റ്റ് 5-minute ഒരു കൺഫ്യൂസിങ് ക്യാൻഡിലായിരുന്നു. ഇത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. താഴെ നിന്നും ബൈയിങ് ഉണ്ടായിരുന്നു, മുകളിൽ നിന്ന് സെല്ലിങ്. സെക്കൻഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തു. ബട്ട് തേർഡ് ക്യാൻഡിലിൽ നമ്മൾ ഈ ഒരു സപ്പോർട്ടിന് നമുക്ക് ട്രേഡ് എടുക്കാം. ബട്ട് ഇത് ക്രോസ് ചെയ്യാണെങ്കിൽ ക്രോസ് ചെയ്തില്ല, അവിടെയും സെല്ലിംഗ് ഉണ്ടായി. നമ്മൾ സ്ട്രാറ്റജി പ്രകാരം ഇവിടെ ട്രേഡ് ട്രിഗർ ആവും. സോ നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ട്രേഡ് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പൊസിഷണൽ ട്രേഡാണ്. സോ അത് നമുക്ക് ഇനിയും കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്യാം. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആക്ച്വലി ട്രേഡ് ട്രിഗറായി ഇവിടെയാണ്. നമ്മൾ ഇന്നും അത് നല്ല മൊമെൻറ്റം താഴോട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് വീക്ക്ലി ക്യാൻഡിലും കൂടെ ഒന്ന് നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യില്ല, അതിന് താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് പ്രകാരം ഇതിന് താഴെ 6,700 താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ഈ വീക്ക് എങ്ങനെ ആവുമെന്ന്. ഓക്കെ, ക്യാൻഡിൽസ് അങ്ങനെയാണ്, പ്രൈസ് ആക്ഷൻ അങ്ങനെയാണ് കാണിക്കുന്നത്. സോ ഇനി സഡൻ റിവേഴ്സൽ ഉണ്ടായാൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും വച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും സെല്ലിംഗ് തന്നെ ആയിരുന്നു ഇന്ന്. 5-minute ക്യാൻഡിൽ അനലൈസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നിഫ്റ്റിയെ പോലെ തന്നെ ഇവിടെ ഒരു എൻഗൾഫും പോലെ ഉണ്ടായിട്ട് അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത് താഴോട്ട് സപ്പോർട്ട് ക്രോസ് ചെയ്തപ്പോൾ താഴോട്ടുള്ള ട്രേഡ് ട്രിഗറായി. ബാങ്ക് നിഫ്റ്റി അത്രയ്ക്ക് ഒരു മൊമെൻറ്റം ഉണ്ടായില്ല. നിഫ്റ്റി കുറച്ചും കൂടെ ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് കണ്ടിന്യൂസ്ലി അഗെയിൻ ഫോളോ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 ദിവസം ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടായിരുന്നു. ബട്ട് അത് 2 ദിവസം തന്നെ അത് ഓൾമോസ്റ്റ് വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. 3 ദിവസത്തെ പോസിറ്റീവ് മൊമെൻറ്റം ഓൾമോസ്റ്റ് വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. സോ ഈ ഒരു ലോ ഭയങ്കര ക്രൂഷ്യലാണ്. ഈ ലോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫർദർ സപ്പോർട്ട് നമുക്ക് ഒത്തിരി താഴെയാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ആ സപ്പോർട്ട് എടുക്കുക എന്ന്. ഓക്കെ, സിൽവർ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു സെല്ലിംഗ് ഉണ്ടാവും. പക്ഷെ സെല്ലിംഗ് വന്നു, പക്ഷെ റീട്രേസ് ചെയ്ത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടും. ആ നല്ലൊരു മൊമെൻറ്റം മുകളിലോട്ട് തന്നെ സിംഗിൾ ക്യാൻഡ് നല്ലൊരു മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ അടുത്ത സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാം. ഓക്കെ, ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാം. ഓക്കെ, ഗോൾഡ് ഓൾമോസ്റ്റ് മുകളിലോട്ട് തന്നെ ബ്രേക്ക് ഔട്ടുള്ള, നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മുകളിലോട്ടുള്ള ബ്രേക്ക് ഔട്ടിനാണ് പോകുന്നത്. സോ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ് ഗോൾഡ് നിൽക്കുന്നത്. ബിറ്റ് കോയിൻ ഒന്ന് നമുക്ക് നോക്കാം. ബിറ്റ് കോയിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഇവിടെ നിന്ന് ഒരു റിവേഴ്സിനുള്ള ചാൻസ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു പോയിന്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഒരു കൺസോൾട്ടേഷനാണ്. ഇപ്പോൾ ഒരു ഡിസംബർ ആയതുകൊണ്ടാണ് ഒരു വോളിയം വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു കൺസോൾട്ടേഷനാണ്. ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. ഓക്കെ, സോ ബാക്കി നമുക്ക് ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കാം. എല്ലാ ഇൻഡെക്സും ഇന്നും നെഗറ്റീവ് തന്നെ ആയിരുന്നു. നിഫ്റ്റി 50 -1.16 ഡൗൺ ആയിരുന്നു. അതിൽ അപ്പായ സ്റ്റോക്സ് ശ്രീറാം ഫിനാൻസ് 2.07, SBI 1.58 ഇതെല്ലാം അപ്പായ സ്റ്റോക്സ് ആണ്. ഹിൻഡാൽക്കോ അപ്പായിരുന്നു. ഡൗൺ ആയതിൽ ബജാജ് ഓട്ടോ, ട്രെൻഡ്, മാക്സ് ഹെൽത്ത്, അപ്പോളോ ഹോസ്പിറ്റൽ ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നമുക്ക് ഈ ബജാജ് ഓട്ടോ ഞാൻ ഓൾറെഡി നമുക്ക് ലാസ്റ്റ് വീക്ക് പറഞ്ഞ സ്റ്റോക്സ് ആണ്. ഞാനത് ഡിസ്കസ് ചെയ്യാം, വീക്കിലി ഡിസ്കസ് ചെയ്യാം. പൊസിഷണൽ ട്രേഡിന് വേണ്ടി പറഞ്ഞ സ്റ്റോക്സ് ആണ് ഇത്. നമുക്ക് വീക്കിലി ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. നെക്സ്റ്റ് 50 ആണെങ്കിൽ കാനറ ബാങ്ക് ഡൗൺ അപ്പായിരുന്നു 2.06, ഹിന്ദുസ്ഥാൻ സിങ്ക് 1.73. ഹിന്ദുസ്ഥാൻ സിങ്ക് നല്ലൊരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. സിങ്ക് മെറ്റൽസ് കമ്മോഡിറ്റി സ്റ്റോക്സിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. സിൽവർ അപ്പായ അതിൻ്റെ ഒരു ബാക്കപ്പ് സപ്പോർട്ടാണ് ഇതിന് കിട്ടുന്നത്. PNB 1.73 അപ്പായിരുന്നു.
മാസ്ഡോക്ക് 2.33 ഡൗൺ ആയിരുന്നു. ചോള ഫിനാൻസ് 2.52, യുണൈറ്റഡ് സ്പിരിറ്റ് 2.57. ഞാൻ 2 സ്റ്റോക്ക് പറയാൻ ഉദ്ദേശിച്ച ഒന്ന് ബജാജ് ഓട്ടോയും മാസ്ഡോക്കും ആയിരുന്നു. മാസ്ഡോക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ ഡൗൺവേർഡ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് തന്നെ ആയിരുന്നു. ഓക്കെ, നമുക്ക് ഈ രണ്ട് സ്റ്റോക്ക് നമുക്ക് നെക്സ്റ്റ് വീക്ക് അനലൈസ് ചെയ്യാം. സ്മോൾ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ ഇന്ത്യ സിമെന്റ് 6.67 നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു മുകളിലോട്ട്. റിലയൻസ് ഇൻഫ്ര 5% അപ്പായിരുന്നു. ഓല ഇലക്ട്രിക് വീണ്ടും ഡൗൺ ആയിട്ടുണ്ട് 4.87. സരേഗമ 6.70 ഡൗൺ ആയിരുന്നു. ആസ്കോ ഇന്ത്യ 13.63 ഡൗൺ ആയിരുന്നു. നല്ലൊരു ഫോൾ ആയിരുന്നു ആസ്കോ ഇന്ത്യയിൽ. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ IGL 4.68 അപ്പായിരുന്നു. M&M ഫിനാൻസ് 2.75 അപ്പായിരുന്നു. ബാങ്ക് ഇന്ത്യ 1.81 അപ്പായിരുന്നു. IOB നല്ല ഫോൾ ആയിരുന്നു 6.45. പോളിക്യാബ് 4.10 ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നമുക്ക് ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ 2 ന്യൂസ് ഉണ്ട്. ഒന്ന് റുപ്പി ഇന്നലെ 91.1 വരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അതിൽ RBI ഇന്റർവ്യൂ ചെയ്തു. RBI കുറച്ച് ആക്ഷൻ എടുത്തുകൊണ്ട് അതാണ് ലാസ്റ്റ് 7 മന്തിലെ സിംഗിൾ ഡേ ഗെയിൻ ഇന്നാണ് സംഭവിച്ചത്. സോ അത് ബാക്ക് ടു 90.3 വരെ എത്തിയിട്ടുണ്ട്. അതാണ് ഒരു ന്യൂസ്. സെക്കൻഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ സെബി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനൊരു ഗുഡ് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ എക്സ്പെൻസ് റേഷ്യോയിലുള്ള റേറ്റ് സെപ്പറേറ്റ് ചെയ്യണം. STT അങ്ങനത്തെ റേറ്റൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്രയാണ് എവിടെയാണ് കട്ടാവുന്നതെന്ന്. സോ ഫർദർ ഒരു എക്സ്പെൻസ് റേഷ്യോ കുറയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ന്യൂസാണ്. സോ ഓക്കെ, ഇതെല്ലാമാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് ഡെയിലി അനാലിസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.